ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും മലയാളി ക്രീപ്പർ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലെറ്റ്സ് ഡു എന്ന് പറയുന്ന ഒരു സർവൈവൽ സീരീസുമായിട്ടാണ്. നമ്മൾ സ്പോൺ ആക്കണ വില്ലേജിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇതവിടെ അയൺ കോളം നിൽക്കുന്നുണ്ട്. ഇതവിടെ നമ്മുടെ സ്മിത്ത്, എന്ത് സ്മിത്ത് അതിൻ്റെ പേര് വന്നു. അപ്പോൾ അവൻ്റെ ഇവിടെ വീടുണ്ട്. നമുക്ക് അതിനകത്ത് പോയി നോക്കാം. നല്ല ലൂട്ടുണ്ടാവും. നമുക്ക് തോന്നാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് 1 2 3 4 5 6 ഡയമണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വുഡ് എടുക്കണതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് നമ്മുടെ എന്താണ് ഡയമണ്ട് ആണ് ഗൈസ്. ഓക്കെ, അതിൽ തന്നെ ആപ്പിൾ ഉണ്ട്, ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ട്, കുറച്ച് ഒബ്സീഡിയൻ ഉണ്ട്, പിന്നെ ഹോഴ്സിൻ്റെ ഒരു ഡയമണ്ട് ആർമറും ഉണ്ട്. ഓക്കെ, നമുക്കിതൊക്കെ തന്നെ മതി ധാരാളം. സോ ഗൈസ്, നമുക്കിവിടെ മണി അടിച്ചിട്ട് 2 വില്ലേജറിനെ പൂട്ടിടാം ഗൈസ്. ഓക്കെ, അടിച്ചിട്ടുണ്ട്. ഇവനേതാ? പുറത്തേടി. ഉള്ളിൽ കയറി. ഓക്കെ, നമുക്ക് ടേർട്ട് വെച്ച് ഇതിനെ ബ്ലോക്ക് ചെയ്തിടാം. നമുക്ക് അടിയിലത്തെയും കൂടിയും ബ്ലോക്ക് ചെയ്ത്. ഓക്കെ, നമ്മൾ അടുത്തവനെയും കൂടിയും പൂട്ടിയിട്ടുണ്ട്. നമുക്ക് അടിയിൽ പൂട്ടി വയ്ക്കാം. ചിലപ്പോൾ ഇവന്മാർ വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ ചെറിയ സോംബി ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറും. ഗൈസ്, നമുക്കൊരു റോയൻ പോർട്ടൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ചെസ്റ്റിൽ നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, ഗോൾഡൻ ആപ്പിൾ ഉണ്ട്, പിന്നെ ഒരു ഫയർ ചാർജ് ഉണ്ട്, ഫ്ലിൻറ്റ് ഉണ്ട് അല്ലേ. ഓക്കെ, ടോൺസ് അൺബ്രേക്കിംഗ്. ഗൈസ്, പിന്നെ നമുക്ക് വുഡ് പൊട്ടിക്കാം. ഓക്കെ, ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അധികം ബോറടിപ്പിക്കണമൊന്നുമില്ല, പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നമ്മൾ ആവശ്യത്തിന് അത്യാവശ്യം വുഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബെഡ് വെച്ചിട്ടൊന്ന് ഉറങ്ങാം. നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡേ 1 ആണ് നമ്മളിപ്പോൾ ഫിനിഷ് ആയിരിക്കുന്നത്. നമുക്ക് ഡേ 2ലേക്ക് കിടക്കാം. ഓക്കെ, അങ്ങനെ ഡേ 2 ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. ഇവിടെ നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഗൈസ്. കേക്സ് വെച്ച് മൈൻ ചെയ്യുന്നു. നമുക്ക് കോബിൾ സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. സോ നമ്മൾ ഇതൊരു ടൂൾസൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് മൈൻ ചെയ്യണം. ഓക്കെ, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, നമുക്കൊരു പിക്കാക്സ്, ഒരു ആക്സ്, ഒരു സോഡ്, പിന്നെ ഒരു ഷവൽ വേണം ഗൈസ്. ഇത്രയും ടൂൾസ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ബേസ് വയ്ക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. സോ ഇവിടെ കിടക്കണ പോന്തി സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് മൂടി വെച്ചിരിക്കാം. കേവാണ്, നമുക്കിതൊരു പ്ലെയിൻ ആക്കണം ഗൈസ്. നമ്മൾ ഷവലെടുത്തിട്ട് നമുക്ക് ഈ ഡേർട്ടൊക്കെ വരാം. ഓക്കെ, നമുക്ക് ഇന്നോട് വയ്ക്കാം. വെച്ചിട്ടുണ്ട്, പ്ലെയിനായിട്ട് ഗൈസ്. ഇനി നമുക്ക് ഗ്രാസൊക്കെ എടുത്ത് മാറ്റാം ഗൈസ്. അങ്ങനെ ഞാൻ അവിടുത്തെ കംപ്ലീറ്റ് ഗ്രാസ് എടുത്ത് മാറ്റിയിട്ട് അപ്പോൾ ഇനി നമുക്ക് വീട് പണിയാനുള്ള റിസോഴ്സസ് ഒന്ന് ഗ്യാദർ ചെയ്താൽ മതി. സോ നമുക്ക് അപ്പുറത്ത് വല്ലയിടത്ത് ഫോറസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഓക്കും പിടിച്ചും എടുക്കാം. നമുക്ക് കോബിൾ സ്റ്റോൺ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കോബിൾ സ്റ്റോണിൽ മൈൻ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അയൺ കിട്ടി, കുറേ അയൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഡയോറേറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് നല്ലൊരു ഡീപ്പ് സെറ്റ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു വലിയ കേവാന്ന് തോന്നുന്നു. നമ്മളിതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. നമ്മളിത് ഭാവിയിൽ എക്സ്പ്ലോർ ചെയ്യും. നമുക്ക് കുറേ അയൺ കിട്ടിയിട്ടുണ്ട്, ഇഷ്ടം പോലെ അയൺ ഗൈസ്. കിടക്കുന്നു ഡയമണ്ട് വരിക്കൊണ്ട് പോവാം. ചുറ്റും ഡയമണ്ടൊന്നുമില്ല. നമുക്ക് മണ്ടയ്ക്ക് കയറാം, അങ്ങോട്ട് പോവാം. അവിടെ ലൈറ്റപ്പ് ചെയ്യാം. നമുക്ക് കംപ്ലീറ്റിൽ ഇവിടെ അയൺ കിടക്കണം. അയൺ ഓക്കെ, ഇവിടെയും കുറേ അയൺ ഉണ്ട്. നമുക്കതും വരാം ഗൈസ്. നമ്മൾ
ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്. നമുക്ക് നമ്മുടെ സംഭവം ക്രാഫ്റ്റിംഗ് ടേബിളിൽ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതേ നമ്മൾ വെളിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള റിസോഴ്സസൊക്കെ നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അയണൊക്കെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു ആർമറൊക്കെ ഉണ്ടാക്കണം. പിന്നെ അയണിൻ്റെ ടൂൾസ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, അത് ഉണ്ടാക്കും ഗൈസ്. നമ്മൾ ആർമർ ഉണ്ടാക്കിയിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കിയില്ല. ഈ ഹെൽമെറ്റ് മാത്രം വെച്ചു. നെതറിലേക്കൊക്കെ പോകുമ്പോൾ ഗോൾഡ് ഹെൽമെറ്റ് എന്തെങ്കിലും ആവശ്യം വരും. നമുക്കൊരു 3 ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട് പണിയാനുള്ള റിസോഴ്സസൊക്കെ ഗ്യാദർ ചെയ്യാം. മെയിനായിട്ട് വരുന്നത് വുഡാണ് ഗൈസ്. നമ്മൾ ഇവിടെ വുഡ് മൈൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്, മീൻസ് വുഡ് കളക്ട് ചെയ്യാൻ. സോ കണ്ട ഒരു മൈനാണ് ഇത്. വാട്ടർ കേവ് പോലത്തെ ഒരു സംഭവമാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറവാണ് ഗൈസ്. അവിടെ ദൂരത്ത് മാറിയൊരു ഇത് ഫോറസ്റ്റ് ഞാൻ കണ്ടു. സോ നമുക്കതൊന്ന് പോയി ഞാൻ റിസോഴ്സസൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വരാം ഗൈസ്. നമ്മൾ വീട് പണിയാനുള്ള റിസോഴ്സസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഈ ബ്രിഡ്ജ് ഒരു സ്റ്റാക്കും കൂടി വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വെച്ചൊന്ന് നോക്കാം. നമുക്ക് ഇനി വീട് പണിയണ സംഭവത്തിലേക്ക് കിടക്കാം. ഗൈസ് നമ്മളൊരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് ഹൗസിൻ്റെ. ഓക്കെ, നമ്മളൊരു ഇത് വിരിച്ച് വെച്ചിട്ടൊന്ന് ഇതൊന്ന് ലൈൻ ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്യണം കംപ്ലീറ്റ് ഓക്കിൻ്റെ പ്ലാങ്ക്സ് വെച്ചിട്ട്. ഇവിടെ നമ്മളൊരു സ്റ്റെപ്പ് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്, സെക്കൻഡ് ലെയറിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റിസോഴ്സസൊക്കെ ഇത് മതിയാവണം. വിറിച്ച് മാത്രം പോരാ, ഞാൻ പിന്നെ പോയി എടുത്തുകൊണ്ട് വന്ന് സംഭവം ചെയ്തോളാം. എൻ്റെ ചാക്ക് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പ്ലാങ്ക്സ് ഇട്ടെ. ഓക്കെ പ്ലാങ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ സ്റ്റെയർ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കംപ്ലീറ്റ് ആക്കണം. ഇത് പതിയെ നമുക്കിത് കംപ്ലീറ്റ് ആക്കണം. ഈ എപ്പിസോഡും കൊണ്ട് ഇത് കംപ്ലീറ്റ് ആക്കും ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ആ ഭാഗത്ത് കുറച്ചും കൂടി മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ അത് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് പ്ലേസ് ചെയ്യാം. ഗൈസ്, നമ്മളിവിടെ കംപ്ലീറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഒരു ഫസ്റ്റ് ഫ്ലോറ്. നമുക്ക് സെക്കൻഡ് ഫ്ലോറ് ഡിസൈൻ ചെയ്യണം. സോ നൈറ്റായി, ഞാൻ കടന്നുറങ്ങട്ടെ. ഗൈസ്, കടന്നുറങ്ങി ഇരുന്നിട്ടു നമ്മളെല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട്. പോളിഷ്ഡ് ഡയോറൈറ്റ് വെച്ചിട്ട് ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ എൻചാൻറ്റ്മെൻറ്റ് ഏരിയയാണ് വരുന്നത്. ഇവിടെ നമ്മൾ സ്ട്രക്ചർ എന്ന രീതിയിൽ താഴത്തെ ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. യെസ്, നമ്മൾ ഏകദേശം പ്ലാങ്ക് വെച്ച് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും കുറച്ചുണ്ട്. ഇവിടെ 2 ബാൽക്കണി, ഇവിടെ ഒന്ന് തന്നെ അപ്പുറത്തുനിന്ന്. ഇവിടെ ഡോറ് വരും 2 സൈഡിലും. ഇത് വിൻഡോയ്ക്ക് പകരം ഇപ്പോൾ ഗ്ലാസ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ ചെയ്യാം. നമുക്ക് ആദ്യം പ്ലാങ്ക്സ് വെച്ച് കവർ ചെയ്യാം. ഞാൻ ടോർച്ച് വെക്കുന്നുണ്ട്. ഇവിടെ വയ്ക്കാം കടന്നിറങ്ങാം. പ്ലാങ്ക്സ് വെച്ച് കവർ ചെയ്യാം. അവിടെ ചെയ്യും. ഓക്കെ, നമുക്ക് ഇവിടുത്തെ സ്റ്റോൺ കട്ടർ എടുത്തിട്ട് വേണം. കാര്യം ഇത് വെച്ചിട്ട് വേണം ഫ്ലോർ ചെയ്യാൻ. ഫ്ലോറല്ല, റൂഫ്. നമ്മൾ റൂഫ് ചെയ്യുന്നത് ഇത് സ്റ്റെയർ വെച്ചാണ് നമ്മൾ ചെയ്യണത്. ഗൈസ്, അങ്ങനെ നമ്മുടെ വീടിൻ്റെ പണി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഗൈസ്. കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം. നിങ്ങൾക്ക് ഇത് ഇത്തിരി നേരമായിട്ടാണ് തോന്നുള്ളൂ. എന്നാലും ഞാനിത് ഏകദേശം 2 ദിവസത്തോളം എടുത്തു ഞാൻ ഈ പണി തീർക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഫ്ലോറ്, ഇവിടെ സ്റ്റോറേജ്, ഇവിടെ എൻചാൻറ്റ്മെൻറ്റ് ഏരിയ വരും.
ഇവിടെ സ്റ്റോറേജ് വരും. ഇവിടെ നമ്മൾ എന്തായാലും വെറുതെ വിടൂല, എന്തെങ്കിലുമൊക്കെ നമ്മൾ ആഡ് ചെയ്യും ഗൈസ്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും കണ്ടപ്പോൾ താമര പ്രതീക്ഷയോടെ ടാറ്റ ബൈ ബൈ.